ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകളെക്കുറിച്ചാണ്. അവരുടെ കറണ്ട് എനർജി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം. പോസിറ്റീവായിട്ടിരിക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ഓവറോൾ എനർജി എന്താണ്, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. 6 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരുടെ രാത്രികാല ചിന്തകൾ, നിങ്ങളെക്കുറിച്ചുള്ള എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് രാത്രികാലങ്ങളിൽ. ക്യൂൻ ഓഫ് ഷൂട്ട്സിൻ്റെ എനർജിയാണ്. അവരുടെ ഒരു ഉദ്ദേശം എന്താണ്, ഈ ഒരു ബന്ധത്തിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എംപററാണ് വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 10 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് അവരുടെ ഓവറോൾ എനർജി എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് വന്നിരിക്കുന്നതും ആ ഒരു 6 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ. ഹാങ്ഡ് മാൻ എനർജിയാണ്. ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വ്യക്തി ഈ ഒരു കണക്ഷനിൽ ഒരുപാട് സ്റ്റക്കായിട്ടാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇതൊരു നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, അവരുടെ ഓവറോൾ എനർജി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ തമ്മിൽ ചെറുപ്പം തൊട്ടേ അറിയാവുന്ന വ്യക്തികളായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ ഒരുപാട് കാലത്തെ പരിചയമില്ലെങ്കിലും ആ ഒരു ഫീലായിരിക്കും നിങ്ങൾ രണ്ടുപേർക്കുള്ളത്. ഒരുപാട് കാലം പരിചയമുള്ള ഒരു ഫീല് നിങ്ങൾക്കിടയിലുണ്ട്. അത് ഈ വ്യക്തിക്കും ഉണ്ട്. നിങ്ങളെ നോക്കുന്ന സമയത്ത് നിങ്ങളെ പരിചയപ്പെട്ടിട്ട് ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ 3 വർഷം ആയാലും നിങ്ങളെ ഒരുപാട് വർഷത്തെ പഴക്കമുള്ളവരായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് തിരിച്ച് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. ചില സാഹചര്യത്തിൽ ഈ വ്യക്തി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടതാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പഠിച്ച് വളർന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരേ നാട്ടുകാരായിരിക്കാം നിങ്ങൾ. എങ്ങനെയായാലും ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടപ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഭയങ്കര ഒരു ഫീല്, ഭയങ്കര ഒരു സോൾ കണക്ഷനൊക്കെ തോന്നുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അത് തിരിച്ച് നിങ്ങളുടെ വ്യക്തിക്കും അങ്ങനെ തന്നെയാണ്. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പോലും അവർക്ക് നിങ്ങളെ മറക്കാനാവുന്നില്ല എന്നാണ് കാണുന്നത്. ഇപ്പോഴും നിങ്ങളുടെ ചിന്തയിൽ എന്നാണ് കാണുന്നത്. നമുക്ക് ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെ, അവരുടെ കറണ്ട് എനർജി നോക്കുമ്പോൾ ഇപ്പോഴും നിങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പഴയ ഓർമ്മകളെ നിങ്ങളെ വേട്ടയാടുന്നതായിട്ടാണ് കാണുന്നത്. എയ്റ്റ് ഓഫ് ഷോർട്സിൻ്റെ എനർജി, അതായത് ഈ ഒരു വ്യക്തി വേറൊരു 6 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ വേറെ ആർക്കോ ആണ്, ഇപ്പോൾ വേറെ ഏതോ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുക്കുന്നുണ്ട് ആളുടെ കരിയറിലായിരിക്കാം, ഫാമിലി സംബന്ധമായ കാര്യങ്ങളിലേക്കായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തോ നേടിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ആളുള്ളത്. അത് ചില സാഹചര്യത്തിൽ എന്തോ ഒരു കാര്യം ആൾക്ക് കംപ്ലീറ്റ് ആക്കാൻ ആൾ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആൾ വലിയ രീതിയിലുള്ള, നിങ്ങളുടെ അടുത്ത് ഈ ആൾ സ്റ്റക്കാണ് കേട്ടോ. ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് സ്റ്റക്കാണ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ കൂടുതലും ഈ വ്യക്തിയുടെ ഫോക്കസ് മൊത്തം ഉള്ളത് മറ്റൊരു ദിശയിലോട്ടാണ്, മറ്റൊരു കാര്യത്തിലോട്ടാണ് ആൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ആൾക്ക് ഭയങ്കര ദേഷ്യമാണ്, എന്തിനാണ് വിളിച്ചത്. ഈ ഒരു സമയത്ത് എല്ലാറ്റിനും നിങ്ങളെ അങ്ങോട്ട് കുറ്റപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ തൊട്ടതിനും പിടിച്ചതിനും പെട്ടെന്ന് ദേഷ്യം വന്ന് പെട്ടെന്ന് വഴക്കുണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ആൾക്കൊരു മുൻകോപം ഉള്ള, അല്ലെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും പറയുമ്പോഴേക്കും അപ്പോഴേക്കും നിങ്ങളെ
വേഗം നിങ്ങളെ വായടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് ഫോക്കസ് തരാത്തത് അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഈ വ്യക്തി ഇപ്പോൾ ഈയിടെയായിട്ട് വേണ്ട രീതിയിൽ ഫോക്കസ് തരുന്നില്ല. ഇവിടെ കാണുന്നുണ്ട് വേറെ എന്തൊക്കെയോ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങളിലൊക്കെയാണ് ഫോക്കസ് കൊടുക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു വ്യക്തിക്ക് ഫോക്കസ് കൊടുക്കുന്നത്. കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. മറ്റേതോ ഒരു കണക്ഷനിലേക്കാണ് ഈ വ്യക്തി കൂടുതലും ഫോക്കസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിനൊക്കെയാണ് ഇപ്പോൾ ആൾ ഫോക്കസ് കൊടുക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്നത് ഇമോഷൻസിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരു വ്യക്തിയായിട്ടും ഇവിടെ കാണുന്നുണ്ട്. എന്തോ ആൾക്ക് ആൾ ഒരു പ്രാക്ടിക്കലായിട്ടാണ് ആൾ ചിന്തിക്കുന്നതല്ലോ. നിങ്ങൾ പറയുന്ന വാക്കിനൊന്നും വലിയൊരു വില ആൾ തരുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. എല്ലാം അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെ വലിയ കാര്യമായിട്ടൊന്നും ഈ വ്യക്തി എടുക്കുന്നുണ്ടാവില്ല. അതിലൊരു സിമ്പിളായിട്ടായിരിക്കാം നിങ്ങൾ എത്ര വിഷമം ഈ വ്യക്തി എടുത്ത് പറഞ്ഞാലും ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു പരിഗണന തരാത്ത രീതിയിലൊക്കെ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്ത് പറഞ്ഞാലും അതൊന്നും സില്ലിയാക്കി വിടുന്നുണ്ടാവും. ആൾ വലിയൊരു സില്ലിയാക്കുന്നുണ്ടാവും. എല്ലാ കാര്യത്തിനും വലിയൊരു ഇതൊന്നും ആക്കാണ്ട് അതിനൊക്കെ ആ ഒരു നോർമലായിട്ടാണ് ആൾ നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. നിങ്ങളത് കാര്യമായിട്ടായിരിക്കാം നിങ്ങൾ പറയുമ്പോഴും ആളത് വലിയൊരു പ്രാധാന്യമൊന്നും അതിന് കൊടുക്കുന്നുണ്ടാവില്ല. ഇതാണ് കാണുന്നത്. ഇപ്പോൾ ആൾ വേറെന്തോ കാര്യത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. ഇവിടെ നമുക്ക് ടവറാണ്, റിവേഴ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള ഒരു സെപ്പറേഷൻ നടന്നിട്ടുണ്ട് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമയത്ത്. തേർഡ് പാർട്ടിയാണ്. അധികം ആൾക്കാർക്കും വേറൊരു കണക്ഷനിലേക്കാണ് ഇപ്പോൾ ഇവരുടെ ഫോക്കസ് മൊത്തമുള്ളത്. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കൊക്കെ വേറെ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലോ കരിയർ സംബന്ധമായ കാര്യത്തിലോ ഫാമിലി സംബന്ധമായ കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് വിഭാഗക്കാർ വേറൊരു കണക്ഷനിലോട്ടാണ് ഫോക്കസ് മൊത്തം കൊടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ രാത്രികാലങ്ങളിൽ നിങ്ങളോടുള്ള ചിന്തകൾ എന്താണെന്ന് നോക്കുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളെക്കുറിച്ചും ഈ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് നിങ്ങളെ ആളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആൾ കൂടുതൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് കാണാം ക്യൂൻ ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങളെ ഈ വ്യക്തി ഒരുപാട് കൺട്രോൾ ചെയ്ത ഒരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. അതാ നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കാർഡ്സിൽ അവരുടെ സിറ്റുവേഷനിൽ തന്നെ നമുക്ക് തെളിഞ്ഞിരുന്നു. നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുകയാണ്. അത് തന്നെയാണ് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് ഷോർട്സിൻ്റെ എനർജി. ക്യൂൻ ഓഫ് ഷോർട്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ നിങ്ങളെ അധികം ഈ വ്യക്തിയുടെ മൂർച്ചയേറിയ വാക്കുകളായിരിക്കാം കൂടുതലും നിങ്ങളെ ഇവിടെ കാണുന്നുണ്ട്. 6 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. പലപ്പോഴും ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ രാത്രികാലങ്ങളിൽ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് തന്നെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൾ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് ഈ വ്യക്തിക്കുണ്ട്. മനസ്സിൽ നല്ലൊരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വ്യക്തിക്ക്. അത് കാണുന്നുണ്ട് ഇവിടെ. ഒരുപാട് ഫീലിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എന്നിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്തതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഈ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി ആൾ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. 6 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ആൾ ബ്ലോക്ക് മാറ്റി നിങ്ങളിലേക്ക് തിരിച്ച് വരണം എന്നുള്ള ഒരു ചിന്തയിലാണ്. അവിടെ നമുക്ക് കണ്ടോ ആ ഒരു 2 ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആൾക്കൊരു വല്ലാത്തൊരു ആഗ്രഹം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പാഷൻ ഉണ്ട് നിങ്ങളടുത്ത് ആൾക്ക്. എന്തോ ഒരു നിങ്ങളെ ഭയങ്കരമായിട്ട് ആൾക്ക് മിസ് ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണുന്നത്. ആ ഒരു 6 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ ആൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് ഓടി വരാനൊക്കെ ആൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് ആൾക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള ഒരു എനർജിയിലാണ്. പക്ഷേ കൂടുതൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓവറായിട്ട് കൺട്രോൾ ചെയ്തതൊക്കെ ആൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ ഓവറായിട്ട് കൺട്രോൾ ചെയ്യാൻ ആളുടെ പരിധിയിൽ നിർത്താനൊക്കെ ശ്രമിച്ച ഒരു വ്യക്തികളായിരിക്കാം നിങ്ങൾ. പക്ഷെ ആ ഒരു സിറ്റുവേഷനിലായിരിക്കണം നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കടന്നു വന്നപ്പോഴേക്കും ആ ഒരു കൺട്രോളിങ് എനർജിയെല്ലാം കുറച്ച് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഈ വ്യക്തി വേണ്ട രീതിയിലുള്ള ഒരു ഫോക്കസ് നിങ്ങൾക്ക് തരുന്നില്ല എന്നതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്ത് ഇപ്പോൾ ആളുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ വേറൊരു ദിശയിലോട്ടാണ് മാറിയതായിട്ടാണ് കാണുന്നത്. ഇതുവരെ അങ്ങനെ ആയിരിക്കും. അപ്പം നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ആൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. ഒന്നും ഈ വ്യക്തിയെടുത്ത് പറയാൻ പറ്റുന്നില്ല. അതാണ് ആളുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ എംബ്രറാണ്. ആൾക്ക് ഭയങ്കര ഒരു മുൻകോപം കൂടുതലാണ്. ആളുടെ കാര്യത്തിൽ മുൻകോപം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അവരുടെ എംബ്രർ എനർജി വന്നതുകൊണ്ട് തന്നെ ആൾക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ്. ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഉള്ള ഒരു എനർജിയാണ് നമുക്കവിടെ കാണുന്നത്. എംബ്രർ എനർജിയാണ് ആളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ആൾ ഉദ്ദേശിക്കുന്നത്.
ആൾക്ക് നിങ്ങളങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തൊരു വ്യക്തിയുടെ എനർജിയാണ്. അങ്ങനെ മറ്റാർക്കും ആൾക്ക് എന്തും ആവാം, പക്ഷെ ആൾക്ക് നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഈ വ്യക്തിക്ക് ഉദ്ദേശമില്ല. കാരണം ആൾ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. ആൾക്ക് നിങ്ങൾ വേണം, നിങ്ങളെ ഒരുപാട് കൺട്രോൾ ചെയ്യും. നിങ്ങളുടെ ആൾക്ക് എന്താ പറയുക, ഈ സമയത്ത് പിടിവാശിയൊക്കെ കൂടുതലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഭയങ്കര പിടിവാശിയാണ്. നിങ്ങളെ ഇപ്പോൾ ഫോക്കസ് മാറ്റിയാൽ തന്നെ ഒരിക്കലും നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടുള്ള ഒരു ഇതല്ല ആ വ്യക്തിയുടെ. അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ. നമുക്ക് കാണാം കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ആൾക്ക് ഒരു നിങ്ങളുടെ അടുത്ത് ഒരു പാരൻസിനെ പോലെ ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഈ വ്യക്തി ഒരു എന്താ പറയുക, അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പാരൻസ് എങ്ങനെയാണ് ഒരു കുട്ടികളെ നയിക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് ആ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടാവും ആ വ്യക്തിയുടെ പ്രവൃത്തിയല്ല. അതുപോലെ നിന്നൊരു വ്യക്തിയാണ് എന്നതാണ് കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവർക്ക് എന്തോ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തോ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ തമ്മിൽ അകറ്റിയതായിട്ട് കാണുന്നുണ്ട്. നല്ലൊരു തടസ്സമാണല്ലോ കാണുന്നത് ഇതിൽ. നല്ലൊരു തടസ്സമുണ്ട്. ആൾക്ക് ഭയം ഒക്കെ കയറി വന്നതാണ്. നല്ലൊരു ഭയം കാണുന്നുണ്ടായിരുന്നു. ആ ഒരു തടസ്സം എന്ന് പറയുമ്പോൾ, നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ അവിടെ എന്താണെന്നുള്ളത് ഒന്ന് നോക്കട്ടെ. നെഗറ്റീവ് എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ. നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇതാണ് വന്നിരിക്കുന്നത് കേട്ടോ. 5 ഓഫ് ഷോട്ട്സിൻ്റെ എനർജി. അപ്പം 5 ഓഫ് ഷോട്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കേറ്റാണ്. മൂർച്ചയേറിയ വാക്കുകളാണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത്. ഈ വ്യക്തി നിങ്ങൾക്ക് ഇടയിൽ ഉള്ളത് തന്നെ ആ ഒരു മൂർച്ചയുള്ള വാക്കേറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു എന്താ പറയുക, കീരിയും പാമ്പും പോലെ ആയിരിക്കും നിങ്ങൾ. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കെന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു വഴക്കായിരിക്കും. അതുപോലത്തെ ഒരു പെരുമാറ്റമായിരിക്കും അയാൾ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത്. പക്ഷെ ആൾ അതിൻ്റേതായ ഒരു സൈലൻറ്റിലാണ് ഉള്ളത്. അപ്പോൾ ആൾക്കൊരു ഭയമുണ്ട്. എന്തൊക്കെയോ നിങ്ങളെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ ഹൃദയത്തിനെ തകർക്കുന്ന രീതിയിലൊക്കെ ആൾ ചെയ്ത് കാണിച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളും ഒട്ടും കുറവല്ല, നിങ്ങൾ അങ്ങോട്ടും ഇയാളെ പറഞ്ഞതായിട്ടും കാണുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഈ വ്യക്തിയാണ് നിങ്ങളുടെ അടുത്ത് കൂടുതലും പറഞ്ഞതായിരിക്കാം. അതാണ് കാണുന്നത്. അതിൻ്റെ ഒരു ഭയം ഈ വ്യക്തിക്ക് ഉണ്ട്. എന്തോ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞതായിട്ട് കാണുന്നുണ്ട് ഇതിൽ. അത് തന്നെയാണ് ആൾക്ക് ഒരു 4 ഓഫ് ഷോട്ട്സിൻ്റെ എനർജി. ഉറക്കത്തിൽ പോലും ആൾ അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുടെ ഉദ്ദേശം നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം തന്നെ, നിങ്ങളെ വിടാനൊട്ടും ഉദ്ദേശമല്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ട് ആളുടെ ഫോക്കസ് എല്ലാം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ വിട്ട് കളയാനോ ഒന്നും ആൾക്ക് ഉദ്ദേശമില്ല. നമുക്ക് കാണാം അത്രത്തോളം സ്നേഹമൊക്കെ നിങ്ങളുടെ അടുത്തുണ്ട്. ഇപ്പോഴും നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ട ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. കണ്ടില്ലേ, ആ ഒരു ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ സത്യസന്ധമായ സ്നേഹം നിങ്ങളുടെ ഈ വ്യക്തിക്ക് ഉണ്ടെന്നാണ് കാണുന്നത്. 6 ഓഫ് വാൺസും അതേപോലെ നൈറ്റ് ഓഫ് വാൺസും പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇയാൾക്ക് നിങ്ങളിലേക്ക് വരണമെന്നുണ്ടാകും. കുറച്ച് കഴിയുന്ന സമയത്ത് വേണ്ട, കുറച്ച് കഴിയട്ടെ, ഒരു ചിന്ത മാറി മാറി വരുന്ന ഒരു സമയവുമായിട്ടുണ്ട്. അതായത് ഇടയ്ക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെന്ന് തോന്നും, പിന്നെ അതേ സ്പോട്ടിന് തന്നെ ആൾ ഒരു സ്റ്റെക്കാവും, പിന്നെ മതി എന്നുള്ള ഒരു എനർജിയിലേക്കൊക്കെയാണ്. പക്ഷേ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ആ എംബ്രർ എനർജിയാണ് ലൈഫ് ലോങ് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇയാളുടെ ഒരു ഉദ്ദേശം കേട്ടോ. ഈ എംബ്രർ എന്ന് പറയുമ്പോൾ ഈ ഒരു ബന്ധം ലൈഫ് ലോങ് തുടർന്ന് പോകും എന്നുള്ള ഒരു എനർജി കൂടിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അധികം നിൽക്കില്ല എന്നാണ് കാണുന്നത് കേട്ടോ. അവർക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ല, ഈ കുറച്ച് പേർക്ക് മാത്രമാണ് അങ്ങനെ തേർഡ് പാർട്ടി, വേറൊരു കണക്ഷൻ. ആ കണക്ഷൻ അധിക നാൾ ഉണ്ടാവില്ല, അത് വിട്ട് കളയാൻ തന്നെയാണ് അവരുടെ തീരുമാനം കേട്ടോ. അതിലേക്ക് നിൽക്കാനൊന്നും വലിയൊരു താല്പര്യം കാണിക്കുന്നൊന്നുമില്ല അവർ. പക്ഷെ ഇപ്പോഴത്തെ എന്തോ ഒരു സാഹചര്യം കൊണ്ട് ആൾ പെട്ടിരിക്കുകയാണ് അതിൽ. എന്ന് വെച്ച് നിങ്ങളെ വിടാൻ ഉദ്ദേശമില്ല എന്ന് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത്. അപ്പോൾ ആൾ ഒരുപാട് സ്റ്റക്കാണ് ഈ ഒരു സമയത്ത് പോലും. ചില സാഹചര്യത്തിൽ കുറച്ച് പേർക്കൊക്കെ ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യമൊക്കെ ആൾക്ക് സ്റ്റക്കായി കിടക്കുന്നുണ്ട്, അതിലേക്ക് സ്റ്റക്കായി കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ വേറെ ഫാമിലി പ്രശ്നമുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. വേറെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിനൊക്കെ കൂടുതലും അതും ഇടയ്ക്ക് കയറി വന്നതിൻ്റെ ഒരു എന്താ പറയുക, അതിലൊക്കെ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളെക്കാളും ഈ സമയത്ത് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയ ഒരു കണക്ഷനായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന ഒരു കാര്യങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്കിടയിൽ എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അതിലേക്കാണ് ഈ വ്യക്തി ഫോക്കസ് കൊടുക്കുന്നത്. അതിൽ കുറച്ച് വിഭാഗക്കാർക്ക് മാത്രമാണ് വേറൊരു കണക്ഷൻ ഇടയ്ക്ക് കയറി വന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു 3 ഓഫ് ഷോർട്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ തമ്മിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്ന വ്യക്തിയായിരിക്കും ഇടയ്ക്ക് ഇതിനെ പിന്നിൽ കളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചില സാഹചര്യത്തിൽ അറിയാമായിരിക്കും ആ ഒരു തേർഡ് പാർട്ടിയെ. അപ്പോൾ അവരോടുള്ള ആ ഒരു ഇത് പക്ഷെ അത് മാറിക്കിട്ടും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതിൽ പൂർണ്ണമായിട്ടും അതിൽ നിൽക്കണമെന്ന് ഈ വ്യക്തിക്ക് താല്പര്യപ്പെടുന്നില്ല. അതിലേക്ക് തന്നെ നിന്നിട്ട് നിങ്ങളെ ഇതാക്കണമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ഇപ്പോഴത്തെ ഒരു സ്റ്റക്ക് കൊണ്ടാണ് ആ ഒരു സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ആളിപ്പോൾ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ വ്യക്തി കോണ്ടാക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആളുടെ ഉദ്ദേശം. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലൂസ് എടുത്തു നോക്കാം നമുക്ക്. ആർട്ടിസ്റ്റ് ആയിരിക്കാം, മലപ്പുറം, കാസർഗോഡ്, ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം, കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവർ, പത്തനംതിട്ട, ഓഗസ്റ്റ്, പൂരുരുട്ടാതി, തിരുവാതിര, ജൂലൈ, തൃക്കേട്ട, ഡ്രൈവർ, വൈറ്റ് ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ സമയത്ത്. ഏപ്രിൽ മാസം, ഒക്ടോബർ, ഉത്രട്ടാതി, സ്റ്റുഡൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, ചിത്തിര, പൂയം നക്ഷത്രം, ലെറ്റർ ക്യൂ ആണ്, ലെറ്റർ യു ആണ് വന്നിരിക്കുന്നത്, എൻ ആണ് ലെറ്റർ എൻ, ലെറ്റർ എസ് ആണ് വന്നിരിക്കുന്നത്, ലെറ്റർ ടി ആണ് വന്നിരിക്കുന്നത്, ടി കേട്ടോ. 27, 12, 49, മൂലം നക്ഷത്രം, 7, 8, 21, 42, 31, 32, 40, 45, 36, 30 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം, അടുത്ത റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്